മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 289 എപ്പിസോഡിൽ നാട്രം മ്യൂർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ട ആംബ്രാഗ്രീസിയിൽ ഇതുമായിട്ടൊരു സാദൃശ്യം പറഞ്ഞിരുന്നു. ആ ഒരു ക്രമത്തിലാണ് നമ്മൾ നാട്രം മ്യൂറിലേക്ക് എത്തിയിരിക്കുന്നത്. ഹോമിയോപ്പതിയിലെ ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന, വളരെ അഗാധമായി പ്രവർത്തിക്കുന്ന, വളരെ സുപ്രധാനമായ ഒരു ഔഷധമാണ് നാട്രം മ്യൂർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൊട്ടൻസിയിലും ബയോകെമിക്കലും ഒരേപോലെ അത്ഭുതകരമായ ഫലങ്ങൾ തരുന്ന ഒരു ഔഷധമാണത്. മാത്രമല്ല, ഈ ഒരു ലെക്ചർ കെൻറ്റിൻ്റെ ആ ഒരു പ്രതിഭയുടെ ഒരു ഔന്നത്യം അല്ലെങ്കിൽ അഗാധത കാണിച്ചു തരുന്ന ഒരു അധ്യായം കൂടിയാണ്. ഹോമിയോപ്പതി തത്വങ്ങളെ വളരെ മനോഹരമായ ഭാഷയിൽ വളരെ സാന്ദർഭികമായി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു പൊട്ടൻസിയുടെ അന്തസത്ത, അല്ല പൊട്ടൻസിയുടെ രഹസ്യം, ജീവന്റെ തത്വം, ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും ആന്തരിക നിഗൂഢ സത്യങ്ങൾ, അതൊക്കെ കെൻറ്റ് വളരെ മനോഹരമായിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. വായിച്ച് അത്യധികമായി ആനന്ദിച്ച ഒരു അധ്യായം കൂടിയാണിത്. ഞാനിപ്പോൾ വീണ്ടും 30 വർഷത്തിന് ശേഷം ഇത് വായിക്കുമ്പോൾ ആ ഒരു പഴയ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ ഒരു ഉപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്രൂഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ്, ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉപയോഗിക്കുന്നൊരു സാധനം, അല്ലെങ്കിൽ വളരെ പരിമിതമായ തെറാപ്യൂട്ടിക്കൽ ഉപയോഗമുള്ള ഒരു സാധനം പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നു രുചി കിട്ടാൻ. അതിനപ്പുറത്തേക്ക് ഒരു തെറാപ്യൂട്ടിക്കൽ യൂസേജ്, അത് ഹോമിയോപ്പതിയാണ് ആ ഉപ്പിൻ്റെ ആന്തരിക രഹസ്യം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ മനോഹരമായി കെൻറ്റ് ഇവിടെ നമുക്ക് തുറന്നു കാട്ടി തരുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നമുക്ക് നോക്കാം. Salt is so common an article of diet that it has been assumed that it could be of no use in medicine. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്, അതിന് രുചി കൂട്ടുന്നൊരു ഭാഗമാണെന്നല്ലാതെ അതിന് ഔഷധത്തിൽ എന്തെങ്കിലും ഉപയോഗമുണ്ട് എന്ന് ആരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ദിസ് ഇസ് ഓൺലി ദ ഒപ്പീനിയൻ ഓഫ് മെൻ ഹു ഓപ്പറേറ്റ് എൻറ്റയർലി ഓൺ ദ ടിഷ്യൂസ്. അത് ടിഷ്യൂസ് എന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തെ, മനുഷ്യനെ ശാരീരികമായി മാത്രം കാണുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ആ ചികിത്സാ രീതിയുടെ ഒരു അഭിപ്രായം മാത്രമാണത്. പക്ഷേ അങ്ങനെയല്ല. ദർ ആർ നോ കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്ട്സ് ഫ്രം ക്രൂഡ് സോൾട്ട്. കാരണം ഉപ്പ് അതിൻ്റെ തനി രൂപത്തിൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റ് ഇല്ല. ആ വ്യക്തിയുടെ ജീവൻ്റെ അന്തസത്തയെ, ആ ഒരു ജീവസ്വരൂപത്തെ സ്വാധീനിക്കാൻ സാധാരണ മെറ്റീരിയൽ ഫോമിലുള്ള ഉപ്പിനെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ബാഹ്യമായ തലത്തിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ശാരീരികമായ തലത്തിൽ ഉപ്പിനെ ഉപയോഗിച്ചിട്ടുമുണ്ട്. വൺ വേ ഫൈൻഡ് ആൻ ഇൻഡിവിജ്വൽ ഗ്രോയിങ് തിൻ ഇൻ ഓൾ ദ സിംപ്റ്റംസ് ഓഫ് സോൾട്ട്. ഹി ഈസ് ടേക്കിംഗ് സോൾട്ട് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ബട്ട് ഡൈജസ്റ്റിംഗ് നൺ ഓഫ് ഇറ്റ്. ഈ ഉപ്പ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ നമുക്കറിയാം. അങ്ങനെ സാമാന്യത്തിലധികമായി ഉപ്പ് കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആളുകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ശോഷിച്ചു വരുന്നതായിട്ട് കാണാം. മാത്രമല്ല, ഉപ്പിൻ്റെ ഹോമിയോപ്പതിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ പലതും അവർ കാണിക്കാൻ തുടങ്ങും. പക്ഷെ ഇങ്ങനെ കഴിക്കുന്ന ഉപ്പ് ദഹിച്ച് അവർ അതിനെ സ്വാംശീകരിക്കുന്നില്ല. സോൾട്ട് വിൽ ബി ഫൗണ്ട് ഇൻ ദ സ്റ്റൂൾ. അങ്ങനെ കഴിക്കുന്ന ഉപ്പ് മലത്തിൻ്റെ ഭാഗമായിട്ട് പോകും. ഫോർ ഇറ്റ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു ദ ലൈഫ്. ആ വ്യക്തിയുടെ ജീവനിലേക്ക്, ജീവൻ്റെ ആ ഒരു ഭൗതികേതരമായ അദൃശ്യമായ സത്തയിലേക്ക്, പിന്നെ അതിൻ്റെ ഭൗതിക രൂപത്തിൽ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ആ ഒരു മോളിക്കുലർ ഫോമിൽ അതിന് കയറാൻ പറ്റില്ല. ദർ ഇസ് എ നാട്രം മ്യൂർ ഇനാനീഷ്യൻ, എ സ്റ്റാവിങ് ഫോർ സോൾട്ട്. നാട്രം മ്യൂർ ഇനാനീഷ്യൻ, സമ്പൂർണമായ ശോഷണം. നാട്രം മ്യൂറിൻ്റെ ശോഷണം, സമ്പൂർണമായ ശോഷണം. അപ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ ശോഷിച്ച ഒരവസ്ഥ. ആ ഒരവസ്ഥയിലും ഉപ്പിന് വേണ്ടി അവർ ദാഹിച്ചു കൊണ്ടിരിക്കും. ഉപ്പ് കഴിക്കണം. അത് ഉപ്പിൻ്റെ മോളിക്കുലർ ഫോമിലുള്ള ഉപ്പിനോടുള്ള ആ ഒരു താല്പര്യമല്ല, അതിലുപരി ഉപ്പ് അതിൻ്റെ ഹോമിയോപ്പതിക് പ്രിപ്പറേഷനിൽ ഹീൽ ചെയ്യപ്പെടേണ്ട ഒരു ക്രമരാഹിത്യം ആ വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ്. അതാണ്
അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി ഇതേ സാഹചര്യം തന്നെ ലൈമുമായിട്ട് നമ്മുടെ കൽക്കേറിയ കാർബ്. ദ സെയിം ഈസ് ട്രൂ ഓഫ് ലൈം. നമ്മൾ കൽക്കേറിയയുടെ ലെക്ചറിൽ നമ്മൾ കണ്ടതാണ്. ചിൽഡ്രൻ ക്യാൻ ഗെറ്റ് പ്ലെന്റി ഓഫ് ലൈം ഫ്രം ദിയർ ഫുഡ് ആൻഡ് ദാറ്റ് ഈസ് ബെറ്റർ വെൻ ദ സാൾട്ട് ഓർ ദ ലൈം ഈസ് ഗിവൺ ഇൻ സച്ച് ഷേപ്പ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി റെസിസ്റ്റ് ബൈ ദ ഇന്റേണൽ മാൻ, aimed not at the house he lives in, but at the individual himself. Then the bond, salt inanition, the natriumur inanition will soon pass away. കെന്റ് അദ്ദേഹത്തിന്റെ തനതായ ഒരു സാഹിത്യ ഭാഷയിൽ അത് പറഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് അവരുടെ ആഹാരത്തിൽ ധാരാളം ലൈം കിട്ടും, പക്ഷേ അങ്ങനെ കിട്ടുന്നതല്ല. ഒരു ബെറ്റർ ഫോം ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ബെറ്റർ ഫോം? വെൻ ദ സാൾട്ട് ഓർ ദ ലൈം ഈസ് ഗിവൺ ഇൻ സച്ച് ഷേപ്പ്, ഈ ലൈം അല്ലെങ്കിൽ സാൾട്ട്, നാട്രമ്യൂർ അല്ലെങ്കിൽ കൽക്കേറിയ കാർബ്, ഏത് ഷേപ്പിൽ? ദാറ്റ് ഇറ്റ് കാനോട്ട് ബി റെസിസ്റ്റ് ബൈ ദ ഇന്റേണൽ മാൻ. ഭൗതിക ശരീരമല്ല, അയാളുടെ അന്തസത്ത, അയാളുടെ വൈറ്റാലിറ്റിക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ കാൽസ്യം കാർബണേറ്റിന്റെ മോളിക്യൂൾസോ സോഡിയം ക്ലോറൈഡിന്റെ മോളിക്യൂൾസോ ചെല്ലുമ്പോൾ അയാളുടെ വൈറ്റാലിറ്റി അതിനെ പ്രതിരോധിക്കും. അത് വേണ്ട, അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. സാധാരണ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, അത് അമിതമായി നേരിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഇന്റേണൽ മാൻ അല്ലെങ്കിൽ വൈറ്റാലിറ്റി റെസിസ്റ്റ് ചെയ്യും. പക്ഷെ വൈറ്റാലിറ്റിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? ഒരു സിമിലിമം ആയിരിക്കുമ്പോൾ അത് പൊട്ടൻസൈസ്ഡ് ഫോമിൽ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ ആ ഇന്റേണൽ മാനിന്, അതായത് അയാളുടെ വൈറ്റാലിറ്റിക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റുകയില്ല. അതാണ് എൻ്റെ ഇവിടെ കുറച്ച് സങ്കീർണമെന്ന് തോന്നുന്ന ഒരു ഭാഷയിൽ അദ്ദേഹം പറയുന്നത്. അതാണ് ശരിയായ രീതി, അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതി. എയിംഡ് നോട്ട് അറ്റ് ദ ഹൗസ് ഹി ലിവ് ഇൻ, അയാൾ ജീവിക്കുന്ന ഭവനം, അയാളുടെ ജീവൻ കുടികൊള്ളുന്ന ഭവനം, അയാളുടെ ശരീരം, ആ ശരീരത്തിന് ലക്ഷ്യമാക്കിയല്ല കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എന്ത് പറയുന്നു പറഞ്ഞത്. ഒരു ഹോമിയോപ്പതിക് പൊട്ടൻസൈസ്ഡ് ഔഷധം കൊടുക്കുന്നത് ഭൗതിക ശരീരത്തെ ലക്ഷ്യമാക്കിയല്ല, ആ വൈറ്റാലിറ്റി ജീവിക്കുന്ന ആ ഭവനം, അതായത് ശരീരം, അതിനെ ലക്ഷ്യമാക്കിയല്ല കൊടുക്കുന്നത് എന്നുള്ള തത്വമാണ് കെന്റ് ഇവിടെ വ്യംഗ്യമായിട്ട് പറയുന്നത്. നമ്മുടെ പൊട്ടൻസൈസ്ഡ് ഔഷധങ്ങൾ ലക്ഷ്യമാക്കുന്നത് അയാളുടെ വൈറ്റാലിറ്റിയാണ്. തന്മാത്രകളോ ആറ്റങ്ങളോ, ഇന്നിപ്പോൾ ചിലരൊക്കെ അവകാശപ്പെടുന്ന പോലെ നാനോ കണങ്ങൾ പോലുമോ ഇല്ലാത്ത, മെറ്റീരിയൽ എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത പൊട്ടൻസൈസ്ഡ് മെഡിസിൻസ് കൊടുക്കുന്നത് ആ മനുഷ്യ ശരീരത്തിനെ ലക്ഷ്യമാക്കിയല്ല, ആ മനുഷ്യ ശരീരത്തെ ഭവനമായി സ്വീകരിച്ചിരിക്കുന്ന അയാളുടെ ജീവൻ, അയാളുടെ വൈറ്റൽ പ്രിൻസിപ്പിൾ, അതിനെയാണ്. അതിൻ്റെ ഡിറേഞ്ച്മെൻ്റാണ് ഡിസീസ്. ആ വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റിനെ നേരെയാക്കുന്ന പണിയാണ് പൊട്ടൻസൈസ്ഡ് മെഡിസിൻ ചെയ്യുന്നത്. അപ്പോൾ ആ വൈറ്റൽ മാനിനെ, ആന്തരിക മനുഷ്യനെ, അയാളുടെ വൈറ്റാലിറ്റിയെ ഈ മോളിക്യൂൾസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കടക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ലൈമാണെങ്കിലും സോൾട്ടാണെങ്കിലും അതിൻ്റെ ക്രൂഡ് ഫോമിൽ ആ ഇൻറ്റേർണൽ മാനിനെ സ്പർശിക്കുകയില്ല. ഇൻറ്റേർണൽ മാനിനെ സ്പർശിക്കണമെങ്കിൽ പൊട്ടൻസൈസ്ഡ് ഫോമിൽ കൊടുക്കണം. അപ്പം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൊട്ടൻസീസ് ഒന്നും മെറ്റീരിയൽ അല്ല. യാതൊരുവിധ മോളിക്യൂൾസും നാനോ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇല്ല. അത് അതിൻ്റെ പ്യുവർ ഇമ്മെറ്റീരിയൽ ഫോമിൽ ശരീരത്തെ ബാധിക്കുന്നതല്ല, ശരീരത്തിനോട് പ്രവർത്തിക്കുന്നതല്ല, ശരീരത്തിലൂടെ സ്വീകരിക്കപ്പെടുന്നു, ശരീരത്തിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ, വിശേഷം നാവിലൂടെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ ആ ഭൗതിക ശരീരത്തിൽ പ്രവർത്തിക്കുന്നതല്ല. ഇൻറ്റേർണൽ മാൻ, ആന്തരിക മനുഷ്യൻ, ഉള്ള വൈറ്റാലിറ്റി അത് പ്രവർത്തിക്കുന്നതാണ്. അതാണ് ആ ഹോമിയോപ്പതിയുടെ ഒരു ആന്തരിക രഹസ്യം കൂടി കൂടിച്ചേർത്തുകൊണ്ട് കെന്റ് ഇവിടെ പറയുകയാണ്. ദെൻ ദ ബോൺ, സോൾട്ട് ഇനാനീഷൻ, ബോൺ നമ്മുടെ കൽക്കേറിയുമായിട്ട് ബന്ധപ്പെട്ട്, സോൾട്ട് ഇനാനീഷൻ, ഉപ്പുകൊണ്ടുണ്ടാകുന്ന ഈ ഒരു ശോഷിച്ച ഒരു വിധേടായിട്ടുള്ള അവസ്ഥ, ദ നാട്രമ്യൂർ ഇനാനീഷൻ വിൽ സൂൺ പാസ് അവേ. ആ ഒരു സാഹചര്യത്തിൽ കൽക്കേറിയ കേസാണെങ്കിൽ കൽക്കേറിയ കാർബ്, നാട്രമ്യൂർ കേസാണെങ്കിൽ നാട്രമ്യൂർ സഫീഷ്യൻ്റ്ലി പൊട്ടൻസൈസ്ഡ് ഫോമിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അത് മാറിപ്പോകുന്നു. വിൽ സൂൺ പാസ് അവേ. വി ഡു നോട്ട് വിത്ത് അവർ സ്മോൾ ഡോസ് സപ്ലൈ ദ സോൾട്ട് ദാറ്റ് ദ സിസ്റ്റം നീഡ്സ്. കെന്റ് വീണ്ടും പറയാണ്, ആ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ആ ശരീരത്തിന് ആവശ്യമുള്ള ഉപ്പോ ലൈമോ കൊടുക്കുകയല്ല ഹോമിയോപ്പതിയുടെ
പൊട്ടൻസൈസ്ഡ് മെഡിസിനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ബട്ട് വി ക്യൂർ ദ ഇന്റേണൽ ഡിസീസ്. അയാളുടെ ലൈമിന്റെ ഡൈജഷനോ സോൾട്ടിന്റെ ഡൈജഷനെയോ തടസ്സപ്പെടുത്തുന്ന ആ ക്രമരാഹിത്യം ഉള്ള ഇന്റേണൽ ഡിസീസ്, ആ ക്രമരാഹിത്യം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസീസ് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ബട്ട് വി ക്യൂർ ദ ഇന്റേണൽ ഡിസീസ്. വി ടേൺ ഇൻ ടു ഓർഡർ. എന്തിനാണ്? ദ ഇന്റേണൽ ഫിസിക്കൽ മാൻ, ഭൗതിക മനുഷ്യന്റെ അന്തസത്ത, ഭൗതിക മനുഷ്യന്റെ ഉള്ളിലുള്ള ആന്തരിക മനുഷ്യനെ അതിനെ ക്രമത്തിലേക്ക് മാറ്റുകയാണ്, ക്രമരാഹിത്യം മാറ്റി ക്രമബദ്ധമാക്കുകയാണ്. ടേൺ ഇൻ ടു ഓർഡർ ആൻഡ് ദെൻ ദ ടിഷ്യൂസ് ഗെറ്റ് സോൾട്ട് ഇനഫ് ഫ്രം ദ ഫുഡ്. ആ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ളത്, അതായത് ശരീരത്തിലെ കലകൾക്ക് കോശങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പോ എന്താണെന്ന് വെച്ചാൽ അത് ഭക്ഷണത്തിൽ നിന്നും, സാധാരണ ഒരു സമീകൃത ആഹാരത്തിൽ നിന്നും അത് സ്വമേധയാ സ്വാംശീകരിച്ചുകൊള്ളും. അതാണ് ഹോമിയോപ്പതിയുടെ വളരെ മൗലികമായ തത്വങ്ങളൊക്കെ എത്ര മനോഹരമായി ഇവിടെ പറയുന്നത് നിങ്ങൾ കാണുക. ഡ്രഗ്സ് മസ്റ്റ് ഓൾ ബി അഡ്മിനിസ്ട്രേറ്റ് ഇൻ സ്യൂട്ടബിൾ ഫോം. എൻ്റെ വീണ്ടും പറയാണ്, എല്ലാ ഡ്രഗ്സും മസ്റ്റ് ബി എങ്ങനെയാണ്? സ്യൂട്ടബിൾ ഫോം. ഏതാണ് ആ സ്യൂട്ടബിൾ ഫോം? സഫീഷ്യൻ്റ്ലി പൊട്ടൻസൈസ്ഡ് ഫോം. ആ ഫോമിൽ വേണം ഡ്രഗ്സ് എല്ലാം കൊടുക്കാൻ. ആ ഒരു അവസ്ഥയിലെ ഡ്രഗ് ഒരു റെമഡിയായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഡ്രഗ് ഒരു ഡ്രഗായിട്ട് തന്നെ ഇരിക്കും. സോഡിയം ക്ലോറൈഡ് ഉപ്പായിട്ട് അങ്ങനെ ഫിസിക്കൽ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആന്തരിക മനുഷ്യനെ അത് സ്പർശിക്കുകയില്ല. സ്പർശിക്കണമെങ്കിൽ must be given in the suitable form, that is the potentized form. We may need to go higher and higher until the secret spring is touched. കണ്ടോ, ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാചകങ്ങളിലൊന്നായിട്ട് ഞാൻ കരുതുന്നതാണത്. ആദ്യം വായിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ആനന്ദഹർഷം ഞാൻ ഇപ്പോൾ വായിക്കുമ്പോൾ അനുഭവിക്കുകയാണ്. സീക്രട്ട് സ്പ്രിങ് ഈസ് ടച്ച്ഡ്. വാട്ട് ഈസ് ദാറ്റ് സീക്രട്ട് സ്പ്രിങ്? സ്പ്രിങ് എന്ന് പറയുന്ന ഉറവ, നിഗൂഢമായ ഉറവ അല്ലെങ്കിൽ രഹസ്യമായ ഉറവ. എന്നാൽ ജീവന്റെ ഉറവയാണ്. നേരത്തെ ഇന്റേണൽ മാൻ എന്ന് പറഞ്ഞു, ആന്തരിക മനുഷ്യൻ. അത് വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വൈറ്റാലിറ്റി എന്നുള്ള ആ ഒരു ഹോമിയോപ്പതിയുടെ സ്ഥിരം പ്രയോഗത്തെ മാറ്റിവെച്ചുകൊണ്ട് വ്യത്യസ്തമായ ഭാഷാപ്രയോഗങ്ങളിലൂടെ ആ തത്വത്തെ തന്നെ കെന്റ് ആവർത്തിച്ച് പല തരത്തിൽ അദ്ദേഹം അത് പറയുകയാണ്. പല തരത്തിൽ പറയുകയാണ്. ഒരു തരത്തിൽ മനസ്സിലാകാത്തവർക്ക് മറ്റൊരു തരത്തിൽ മനസ്സിലായിക്കോട്ടെ. ജീവന്റെ സത്തയെ അതിനെ സ്പർശിക്കുവോളം ഒരു സ്പൂൺ ഉപ്പ് കൊടുത്തുകൊണ്ടോ ഒരു നുള്ളു ഉപ്പ് കൊടുത്തുകൊണ്ടോ സാധിക്കില്ല. നാട്രമ്യൂർ ബയോകെമിക് ഫോമിൽ കൊടുത്താലും അവിടെയും മോളിക്യൂൾസ് ഉണ്ട്. 1,00,000 എന്നുള്ള അനുപാതത്തിലാണെങ്കിൽ പോലും അവിടെയുണ്ട്. അവിടെ ടിഷ്യൂ ലെവലിൽ അത് ആക്ട് ചെയ്യുള്ളൂ. ആന്തരിക മനുഷ്യനെ, അയാളുടെ ക്രമരാഹിത്യത്തെ പൂർണ്ണമായും അഡ്രസ് ചെയ്യണമെങ്കിൽ to touch the secret spring of the internal man. എത്ര മനോഹരമായിട്ടൊക്കെ എൻ്റെ പറയുക, അങ്ങനെ സ്പർശിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഔഷധങ്ങൾ, ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ വേണ്ടത്ര പൊട്ടൻസൈസ്ഡ് ഫോമിൽ, വേണ്ടത്ര സിമിലിമം സാഹചര്യത്തിൽ കൊടുക്കാൻ സാധിച്ചാൽ ആന്തരിക മനുഷ്യനെ, ആന്തരികമായ ക്രമരാഹിത്യങ്ങളെ അത് സ്പർശിക്കുകയും അതിനെ ക്രമബദ്ധമാക്കുകയും ആ വ്യക്തിയുടെ ശരീരത്തിനെയും മനസ്സിനെയും അയാളുടെ ബുദ്ധിയെയും ഇച്ഛയെയും എല്ലാത്തിനെയും ക്രമമാക്കുകയും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. നാട്രമ്യൂർ ഇസ് എ ഡീപ്പ് ആക്ടിങ് ലോങ് ആക്ടിങ് റെമഡി. ആഴത്തിൽ പ്രവർത്തിക്കുന്നു, സുദീർഘമായി പ്രവർത്തിക്കുന്നു. ഇറ്റ് ടേക്സ് എ വണ്ടർഫുൾ ഹോൾഡ് ഓഫ് ദ എക്കോണമി, വൈറ്റൽ എക്കോണമി. അയാളുടെ ആ ഒരു ജീവന്റെ സ്വരൂപത്തെ അത് എന്താ ചെയ്യുന്നത്? അത് ഹോൾഡ് ദ എക്കോണമി, വണ്ടർഫുൾ ഹോൾഡ് ഓഫ് ദ എക്കോണമി. അത്ഭുതകരമായി ആ ഒരു ആന്തരിക ആ ഒരു ജൈവഘടനയെ ഇത് പിടിയിലൊതുക്കുന്നു. സഫീഷ്യൻ്റ്ലി സിമിലർ ആണെങ്കിൽ പിടിയിലൊതുക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? മേക്കിംഗ് ചേഞ്ചസ് ദാറ്റ് ആർ ലാസ്റ്റിംഗ്, നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. വെൻ ഗിവൺ ഇൻ പൊട്ടൻസൈസ്ഡ് ഡോസസ്. വീണ്ടും പറയാണ്, പൊട്ടൻസൈസ്ഡ് ഡോസസ്. എ ഗ്രേറ്റ് ഡീൽ is presented that can be seen by looking at the patient, so that we say this looks like a നാട്രമ്യൂർ patient. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നാട്രമ്യൂർ പേഷ്യൻ്റ് ആണെന്ന് പറയാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ
അയാൾ നമുക്ക് കാണും. അത്രക്ക് അവിടെ പ്രകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ബാബുചന്ദ്രത്തെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുപോയ കാര്യം, ഒരു സഹപ്രവർത്തകയെ വിശദമായിട്ട് കേസെടുത്തു. അതിനുശേഷം നാട്രമ്യൂർ കൊടുത്തു, സൗഖ്യപ്പെട്ടു. 2 മാസത്തിന് ശേഷം ബാബുചന്ദ്രന് പറയണം എങ്ങനെയാണ് നാട്രമ്യൂറാണെന്ന് മനസ്സിലാക്കിയത്. 1 മണിക്കൂറിൽ നിന്ന് കേസെടുത്തു എന്നുള്ള സത്യം. അതിന് മുമ്പ് തന്നെ ആ ഒരു പെൺകുട്ടിയാണ്, 21-22 വയസ്സുള്ള ആ പെൺകുട്ടിയാണ്. അവളെ കണ്ടപ്പോൾ തന്നെ അത് നാട്രമ്യൂറാണെന്ന് ബാബുചേട്ടൻ മനസ്സിലായി. അവൾ ബാബുചേട്ടൻ്റെ മേശയുടെ വശത്ത് ഇരുന്നു. ആ ഇരിപ്പിനെ തുടർന്നുണ്ടായ ചില പോസ്റ്ററിലുണ്ടായ ചില മാറ്റങ്ങളും ആ സംസാര രീതിയും അയാളുടെ ശാരീരിക അവസ്ഥയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നാട്രമ്യൂറാണെന്ന് മനസ്സിലായി. ഇനി അതിനെ ഒന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ, കാരണം ബാബുചേട്ടൻ ഒട്ടും മുൻവിധിയില്ലാതെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്. ഹോമിയോപ്പതിയെ സമീപിച്ചിരുന്ന രോഗികളെ സമീപിച്ചിരുന്ന ഒരാളാണ്. 1 മണിക്കൂറോളം കേസെടുത്തു. എന്നിട്ടും തൻ്റെ ആദ്യത്തെ ധാരണയിലേക്ക് തന്നെ അതിനെ ആവർത്തിച്ചുറപ്പിച്ചു നാട്രമ്യൂർ. ഒറ്റ ഡോസ് കൊണ്ട് അവൾക്ക് സൗഖ്യമുണ്ടായി. പിന്നീട് അവളുടെ പീരീഡ്സ് എല്ലാം ക്രമമായി, ആ മെൻസ്ട്രൽ കോളിക്ക് പോയി, ശരീരം പുഷ്ടിപ്പെട്ടു വന്നു. ഇപ്പോൾ നല്ലൊരു അമ്മയായി, കുടുംബിനിയായി ജീവിക്കുന്നുണ്ട് അവർ. അപ്പോൾ അത്രയ്ക്ക് പ്രകടമാണ് നാട്രമ്യൂറിൻ്റെ ഒരു അവസ്ഥ. ദിസ് ലുക്സ് ലൈക്ക് നാട്രമ്യൂർ പോലെ തോന്നുന്നല്ലോ. എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻസ് ലേൺ ടു ക്ലാസിഫൈ പേഷ്യൻസ് ബൈ അപ്പിയറൻസ്. പരിചയസമ്പന്നരായ ഫിസിഷ്യൻസ്. അപ്പോൾ ഒന്നാമത്തെ വേണ്ട പരിചയസമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസിലൂടെ, വെറുതെ പ്രാക്ടീസല്ല, സത്യസന്ധമായ പ്രാക്ടീസിലൂടെ ഓരോ കേസും വളരെ ഇൻഡിവിജ്വലായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ഔഷധം തിരഞ്ഞെടുത്ത് ശരിയായ രീതിയിൽ കൊടുത്ത് നിരീക്ഷിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഹീൽ ചെയ്ത്, അങ്ങനെ ഒരു 8-10 വർഷങ്ങളൊക്കെ കൊണ്ടാകുന്ന എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു ഫിസിഷ്യന് സാധിക്കുന്നൊരു കാര്യമാണ് ക്ലാസിഫൈ പേഷ്യൻസ് ബൈ അപ്പിയറൻസ്. ഒറ്റ കാഴ്ചയിൽ തന്നെ രോഗികളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കെന്നിൻ്റെ ലെസർ റൈറ്റിങ്സിൽ ഇതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി എന്ന് പറയുന്ന പോലെ എവരി കൽക്കേറിയ ലൈക്കോപോഡിയം സൾഫർ എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഫിസിഷ്യനെത്തും. എങ്ങനെയാണ്? ഒരു 10 വർഷമെങ്കിലും സത്യസന്ധമായി പ്രാക്ടീസ് ചെയ്ത് അനുഭവസമ്പത്ത് ആർജിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കും. ദ സ്കിൻ ഈസ് ഷൈനി, പെയിൽ, വാക്സി, ലുക്സ് ആസ് ഇഫ് ഗ്രീസ്ഡ്. ഗ്രീസ് തേച്ച പോലെ, മെഴുക്ക് തേച്ച പോലെ, വാക്സി ആയിട്ട്, പെയിലായിരിക്കും, തിളക്കമുള്ള, ഷൈനിയാണ്. അങ്ങനെയുള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ തൊലിയാണല്ലോ കൂടുതലും കാണുന്നത്, സ്കിൻ. ദർ ഇസ് എ വണ്ടർഫുൾ പ്രൊസ്ട്രേഷൻ ഓഫ് എ പെക്യുലിയർ കൈൻഡ്. വളരെ തനതായ ഒരുതരം തളർച്ച, തളർന്ന് നിലംപരിശായി പോകുന്നൊരവസ്ഥ. വളരെ വണ്ടർഫുള്ളാണത്. അത്ഭുതകരമായ പ്രൊസ്ട്രേഷനാണ്, വണ്ടർഫുൾ പ്രൊസ്ട്രേഷൻ. നമ്മൾ ആഴ്സനിക്കിലും മറ്റുമൊക്കെ നമ്മൾ കണ്ട ആ ഒരു പ്രൊസ്ട്രേഷൻ അല്ല. എമീസിയേഷൻ, വീക്ക്നെസ്, നെർവസ് പ്രൊസ്ട്രേഷൻ, നെർവസ് ഇറിറ്റബിലിറ്റി. നമ്മൾ നേരത്തെ ആംബ്രാഗ്രീസിയിലൊക്കെ കണ്ട കാര്യം നമ്മൾ ഓർക്കണം. ശോഷിക്കുന്നു, തളരുന്നു, അയാൾ നാഡികളാണ് തളരുന്നത്, നെർവസ് പ്രൊസ്ട്രേഷനാണ്. നെർവസ് ഇറിറ്റബിലിറ്റി, അല്ലാതെ ഇറിറ്റബിൾ കണ്ടീഷനാണ് ആൾക്ക്. ദർ ഈസ് എ ലോങ് ചെയിൻ ഓഫ് മെന്റൽ സിംറ്റംസ്, ഹിസ്റ്റീരിക് കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ആൻഡ് ബോഡി. ശരീരത്തിനും മനസ്സിലും ഹിസ്റ്റീരിക് കണ്ടീഷൻ കാണുന്നു. ശരീരത്തിനും മനസ്സിലും നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥയെന്ന്. അപ്പോൾ ലോങ് ചെയിൻ, മാനസിക ലക്ഷണങ്ങളുടെ നീണ്ട ഒരു ശൃംഖല തന്നെയുണ്ട്. വീപ്പിംഗ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് ലോഫിംഗ്, ഇടക്ക് കരയുകയും ചിരിക്കുകയും ചെയ്യും, മാറി മാറി. ഇറസിസ്റ്റബിൾ ലോഫിംഗ് അറ്റ് അൺസ്യൂട്ടബിൾ ടൈം, ഉചിതമല്ലാത്ത സമയത്ത് അയാൾക്ക് ചിരി വരും. ആ ചിരിയെ തടഞ്ഞു നിർത്താൻ അയാൾക്ക് പറ്റില്ല. പ്രൊലോങ്ഡ് സ്പാസ്മോഡിക് ലോഫർ, നീണ്ടു നിൽക്കുന്ന ഒരു അയാൾക്ക് നിർത്താൻ പറ്റാത്ത തരത്തിൽ ഉള്ളതുള്ള സ്പാസ്മോഡിക് ലോഫർ, അട്ടഹസിച്ച് ചിരിക്കും. ദിസ് വിൽ ബി ഫോളോഡ് ബൈ ടിയർഫുൾനെസ്, ഗ്രേറ്റ് സാഡ്നെസ്, ജോയ്ലെസ്നെസ്. ഇത് കഴിഞ്ഞ്, ഇത് അൺയൂഷ്വലാണ്, നാച്ചുറലാണ്. പിന്നീട് വരുന്നത് എന്താണ്? ആളുടെ കണ്ണു നിറയും, വല്ലാതെ ദുഃഖിതനാകും, അല്ലെങ്കിൽ ദുഃഖിതരയാകും, അയാളുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോകും. ആ ഒരു അവസ്ഥ നിങ്ങൾ ശരിക്കും സങ്കല്പിക്കുക. ഇന്നിപ്പോൾ പറയുന്ന മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ, മനോഹരമായ പദങ്ങളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹോമിയോപ്പതിയിൽ ഇത്തരം നാമകരണങ്ങൾക്ക് ഒരു പരിധിയിലധികം പ്രസക്തിയില്ല. പക്ഷേ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം ഒരു
ഒരു പുതിയൊരു സെറ്റ് ഓഫ് സിംറ്റംസ് പ്രത്യക്ഷപ്പെട്ടാൽ, ഒരു പുതിയ രോഗമെന്ന് പറയുന്ന ഒരവസ്ഥ പ്രത്യക്ഷപ്പെട്ടാൽ ഉടനെ അതിന് പേരിടും. ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. പേരുകൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ മനസ്സും ഉടക്കി നിൽക്കരുത്. നമ്മൾ റിപ്പർട്ടറിയിലെ റൂബ്രിക്സിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ അയാളുടെ ലക്ഷണങ്ങൾ എന്താണ് അതെടുക്കുക. ഇവിടെ വല്ലാതെ ദുഃഖിതമാകുന്ന ഒരവസ്ഥ, കരയുന്ന അവസ്ഥ. മറ്റൊന്ന് അനിയന്ത്രിതമായി അനുചിതമായ സാഹചര്യത്തിൽ പോലും പൊട്ടിച്ചിരിക്കുന്നൊരവസ്ഥ. അയാളുടെ മനോഭാവങ്ങൾ എക്സ്ട്രീംസിലേക്ക് പോകുന്നു. അപ്പോൾ അതാണ് കാര്യം, നമ്മൾ റൂബ്രിക്സിലേക്ക് പോവുക നേരിട്ട്. അല്ലാതെ അതിനിപ്പോൾ നിലവിലുള്ള സാമൂഹ്യ മണ്ഡലത്തിൽ, നിലവിലുള്ള പൊതുമണ്ഡലത്തിൽ നിലവിലുള്ള പേരുകൾ വെച്ചുകൊണ്ട് അയ്യോ ഇത് പറ്റുമോ, ഇത് പുതിയൊരു കാര്യമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് ഒരിക്കലും, ഒരു കാര്യത്തിലും. നോ മാറ്റർ ഹൗ ചിയറിംഗ് ദ സർക്കംസ്റ്റൻസസ് ആർ, കനോട്ട് ബ്രിങ് ഹെർസെൽഫ് ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ജോയ്ഫുൾ. അപ്പം ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്ന അവസ്ഥയിൽ അയാളുടെ സാഹചര്യങ്ങൾ എത്രത്തോളം സന്തോഷജനകമായിരുന്നാലും, എത്രത്തോളം ഉന്മേഷദായകമായിരുന്നാലും അയാളിൽ ഒരു സന്തോഷമുണ്ടാക്കാൻ അത് പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥ നേരത്തെ കണ്ടു. അനുചിതമായ ഒരു ദുഃഖകരമായ സാഹചര്യത്തിൽ, ദൗർഭാഗ്യം സംഭവിച്ച സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പൊട്ടിച്ചിരിക്കുക. ഇനി മറ്റ് സാഹചര്യം, വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം, അവിടെ ആള് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തികച്ചും അൺനാച്ചുറലായിട്ടുള്ള മൂഡ്സ്, ആ മൂഡ്സ് മാറി വരുന്നു. അപ്പം അത് നമ്മൾ നിരവധി ഔഷധങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നാറ്റർമ്യൂറും അത് ഭംഗിയായ രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഷീസ് ബിനം ടു ഇംപ്രഷൻസ്. ഒരു ഇംപ്രഷൻസിനോട്, ചോദനകളോട് ഒരു മരവിച്ച പ്രതികരണമില്ല. സന്തോഷകരമായ കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് സന്തോഷകരമായിട്ട് പ്രതികരിക്കുന്നില്ല. ദുഃഖകരമായ കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് ദുഃഖകരമായിട്ട് പ്രതികരിക്കുന്നില്ല. അതാണ് ബിനംഡ് ഇംപ്രഷൻസിനോട് ഒരു നംബ്നെസ്, ഒരു മാന്യം കാണുന്നു. ഈസിലി ടേക്സ് ഓൺ ഗ്രീഫ്. പെട്ടെന്ന് ദുഃഖിതരാകുന്നു. ഗ്രീവ്സ് ഓവർ നത്തിങ്. ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ വെറുതെ ദുഃഖിതരാകും. അൺപ്ലസന്റ് ഒക്കറൻസസ് ആർ റീകോൾഡ് ആൻഡ് ഷീ മേ ഗ്രീവ് ഓവർ ദം. പഴയ സങ്കടകരമായ കാര്യങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് തോണ്ടി വലിച്ച് പുറത്തിട്ടിട്ട് അതും പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുക. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, ഇല്ലാത്ത കാരണം ഉണ്ടാക്കി ദുഃഖിക്കുമെന്ന്. കൺസലേഷൻ അഗ്രവേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ കൂടുതൽ മോശമാകുകയുള്ളൂ. ദ മെലങ്കളി, ദ ടിയർഫുൾനെസ് സംടൈംസ് ബ്രിങ് ഓൺ ആങ്കർ. ഈ ഒരു ദുഃഖം, ഈ കണ്ണീര് ഒഴുക്കുന്നൊരവസ്ഥ, അത് ചിലപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാകും. ഷീ അപ്പിയേഴ്സ് ടു ബിഡ് ഫോർ സിമ്പതി ആൻഡ് ഈസ് മാഡ് വെൻ ഇറ്റ് ഈസ് ഗിവൺ. നമുക്ക് തോന്നും ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളത് ശ്രമിക്കുന്നതെന്ന്, ദുഃഖം ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അത് വിചാരിച്ച് പാവം പോയി ഇത് സിമ്പതി കൊടുത്തേക്കാന്ന് കരുതും. പക്ഷെ സിമ്പതി കൊടുക്കാൻ നേരത്ത് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്, അവർക്ക് ദേഷ്യം വരും. ഹെഡേക്സ് കം ഓൺ വിത്ത് ദിസ് മെലങ്കളി. ഇത്ര ഒരു ദുഃഖിതകരമായ അവസ്ഥയിൽ, സങ്കടം പിടിച്ച അവസ്ഥയിൽ തലവേദന വരുന്നു. ഷീ വാക്സ് ദ ഫ്ലോർ ഇൻ റേജ്. വളരെ രോഷത്തോടുകൂടി നിലത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, രോഷാകുലയായി നടക്കും. ഷീസ് എക്സ്ട്രീംലി ഫോർഗറ്റ്ഫുൾ. അങ്ങേറ്റം മറവി. കനോട്ട് കാസ്റ്റ് അപ്പ് അക്കൗണ്ട്സ്. അവിടെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെയൊക്കെ ഒന്ന് രൂപീകരിച്ച് എടുക്കാൻ പറ്റുന്നില്ല. ഈസ് അണേബിൾ ടു മെഡിറ്റേറ്റ്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ, പര്യാലോചന നടത്താൻ പറ്റുന്നില്ല. ഫോർഗറ്റ്സ് വാട്ട് ഷീ വാസ് ഗോയിങ് ടു സേ. എന്താണ് പറയാൻ പോയത് എന്നതുപോലും മറന്നു പോകുന്നു. ലോസസ് ദ ത്രെഡ് ഓഫ് വാട്ട് ഷീ ഈസ് ഹിയറിംഗ് ഓർ റീഡിങ്. ഒരു കാര്യം കേൾക്കുന്നു, വായിക്കുന്നു, പെട്ടെന്ന് ഇതായി പോകുന്നു. റിലേ കട്ടായി പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, റിലേ കട്ടായി പോകുന്നൊരവസ്ഥ. വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്, എന്താണ് കഥാതന്തു വിട്ടുപോകുന്നു. കേട്ടുകൊണ്ടിരുന്നത് എന്താണ്, അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ. നേരത്തെ ഒരു ഫിസിക്കൽ ഹിസ്റ്റീരിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടി വായിക്കണം. ഹിസ്റ്റീരിക് കണ്ടീഷൻ്റെ ഒരു ഭൗതികപരമായ, ശാരീരികമായ ഒരു അവസ്ഥകൾ. ദർ ഇസ് എ ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സിൻ്റെ വല്ലാതെ തളർന്നൊരവസ്ഥ. പ്രൊസ്ട്രേഷൻ ഓഫ് മൈൻഡ്, ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ ഓഫ് മൈൻഡ്. അതാണ് നാറ്റർമ്യൂറിൻ്റെ പ്രൊസ്ട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ടിപ്പിക്കൽ പ്രൊസ്ട്രേഷൻ. അത് നമ്മൾ മറ്റ് ഔഷധങ്ങളിൽ കാണുന്ന പ്രൊസ്ട്രേഷൻ അല്ല, ശാരീരികമായ പ്രൊസ്ട്രേഷൻ അല്ല. മനസ്സ് ഒന്നും പറ്റുന്നില്ല. കേട്ടുകൊണ്ടിരുന്നൊരു കാര്യം തുടർന്ന് കേൾക്കാനോ ആ പറഞ്ഞ് കേട്ട കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വായിച്ചിരിക്കുന്ന എന്താ വിഷയമെന്ന് വിട്ടുപോകുന്നു, പറയാൻ പോയത് എന്താണെന്ന് മറന്നു പോകുന്നു.
അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷനോ വല്ലാത്തൊരു മാനസികമായൊരു തളർന്നൊരവസ്ഥ അതാണ് നാട്രം മ്യൂർ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. അത്രത്തോളം അഗാധമായി അയാളുടെ മനസ്സിനെയും ഇച്ഛയെയും അയാളുടെ ബുദ്ധിയുടെ മണ്ഡലത്തെയൊക്കെ ഈ നാട്രം മ്യൂർ ബാധിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ വളരെ മനോഹരമായി കെൻഡ് നിരവധി കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.